അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരങ്ങളെ, പുണ്യപൂക്കാലമായ വസന്തം, അതാണ് പരിശുദ്ധമായ റമളാൻ. എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ആ അതിഥി നമ്മുടെ പടിവാതിലിൽ എത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് പവിത്രതകളേറെ നിറഞ്ഞ ഷഹബാൻ മാസം നമ്മോട് വിട പറയുകയാണ്. മറുവശത്ത് 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ ഒളിപ്പിച്ചു വച്ച വിശുദ്ധ റമളാൻ കടന്നു വരികയാണ്. ഷഹബാൻ വിട പറഞ്ഞ് റമളാനിലേക്ക് കടന്നു വരുന്ന ഈ സമയം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2 മാസങ്ങളായി നമ്മൾ ദുആ ചെയ്തു കൊണ്ടിരുന്നത്, അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ഷഹബാനിലും ബറക്കത്ത് ചെയ്യണമേ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണമേ എന്നാണ്. ഷഹബാൻ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അടുത്ത റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന റമളാൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. റമളാൻ മാസത്തിൽ നിലാവ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിലാവ് കണ്ടാൽ ആകാശത്തേക്ക് നോക്ക്, റബ്ബിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ചെയ്യുക. ഈ ദുആയുടെ അർത്ഥം: അല്ലാഹുവേ, ഏറ്റവും വലിയവനാകുന്നു. അല്ലാഹുവേ, ഈ മാസത്തെ ഞങ്ങളിലേക്ക് നീ നിർഭയത്വവും വിശ്വാസത്തോടെയും രക്ഷയും ഇസ്ലാമിനോടു കൂടി നീ രക്ഷപ്പെടുത്തുകയും ഇസ്ലാമിനോടു കൂടി നീ ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കാര്യങ്ങൾ വഴിയൊരുക്കിക്കൊണ്ടും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. ഈ ദുആ ചൊല്ലി റമളാനിലേക്ക് പ്രവേശിച്ചാൽ ആ മാസം മുഴുവൻ അല്ലാഹു നിന്റെ കാവൽ ഉണ്ടാകും. ഈ റമളാന്റെ ആദ്യ രാത്രി അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. ആ നോട്ടം നമുക്ക് ലഭിച്ചാൽ അല്ലാഹു നരകത്തിൽ ഇടുകയില്ല. 2. നമ്മൾ ചെയ്യേണ്ടത് തറാവീഹ് നിസ്കാരത്തിന് മുൻപോ ശേഷമോ സൂറത്തുൽ ഫത്ഹ് ഓതൽ. സൂറത്ത് ഫത്ഹ് ഓതാൻ മറക്കരുത്. സൂറത്ത് ഫത്ഹ് ഓതുന്നത് സുന്നത്തായ കാര്യമാണ്. റമളാനിലെ ആദ്യത്തെ രാത്രി സൂറത്ത് ഫത്ഹ് ഓതിയാൽ ഒരു വർഷം മുഴുവൻ റഹ്മത്തും ബറക്കത്തും വിജയവും വന്നു ചേരും, ദാരിദ്ര്യമുണ്ടാവുകയില്ല. 3. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. റമളാനിൻ്റെ രാത്രിയിൽ ഈ സൂറത്ത് ഓതൽ വളരെ പ്രാധാന്യമാണ്, കാരണം റമളാൻ ഖുർആൻ ഓതേണ്ട മാസമാണ്. 4. റമളാനിലെ ആദ്യത്തെ തറാവീഹ് നിസ്കാരം. ആദ്യത്തെ രാത്രിയിലെ തറാവീഹ് നിസ്കാരം മറക്കരുത്. 5. നോമ്പിൻ്റെ നിയ്യത്ത്. ഷാഫിഈ നിയമപ്രകാരം നോമ്പിൻ്റെ നിയ്യത്ത് തലേ ദിവസ രാത്രിയിൽ നിയ്യത്ത് വയ്ക്കണം. പകൽ നിയ്യത്ത് വച്ചാൽ ഫർള് നോമ്പ് സ്വീകരിക്കുകയില്ല. ഇതുപോലെ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ.